പുതുമ തേടി പോകുന്ന നമ്മളെല്ലാവരും പഴമയെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ എന്നാൽ തന്നെയും ഇന്ന് സമൂഹത്തിൽ പഴമയായ രീതിയിൽ തന്നെ ജീവിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അങ്ങനെ അവരുടെ ഒരു വീട് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഹോം ടൂർ, വ്യത്യസ്തമായുള്ള ഒരു ഹോം ടൂറാണ് നിങ്ങൾക്കിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഫോളോ ചെയ്യുന്നത് ഗോല എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ രീതിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ട്രഡീഷണൽ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ട്രഡീഷണൽ രീതിയാണ്. കാരണം അങ്ങനെയൊക്കെയുള്ള രീതിയിലാവുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഭൂമിയുൽക്കം മറ്റുള്ള രീതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും അപകടങ്ങളൊക്കെ കുറയുന്നത് ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ രീതി കൊണ്ടാണ്. പിന്നെ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും ഇവർ നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റുന്ന ഇവരുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു രീതിയും പണിയുന്നതും കൊണ്ടൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ രീതിയിൽ ഇതേപോലെ പണിയുകയാണെങ്കിൽ നമുക്കും കുറച്ചൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വരുന്നതിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട് നിൽക്കാനൊക്കെ പറ്റും. അതിലും മഴയുള്ള ഒരു സ്ഥലവും കൂടിയാണ്. കാരണം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ വീടുകൾ എങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെ ഉള്ളത്. കുറച്ച് വീടുകളൊക്കെ സാധാരണ രീതിയിലുള്ള ഇപ്പോഴത്തെ രീതിയിലൊക്കെ പണിഞ്ഞു വരുന്ന വീടുകളൊക്കെ കാണാം. പിന്നെ എന്നാൽ തന്നെയും ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതും ട്രഡീഷണൽ രീതിയിലുള്ള വീടുകളാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഇതാണ് വീടിൻ്റെ ബാക്ക് വശം. ഞാൻ അകത്തേക്ക് ഞാനൊന്നും പോകുന്നില്ല, പക്ഷേ ഞാനിപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുക്കള ഭാഗമാണ് ഈ കാണുന്നത്. ഈ പണിഞ്ഞേക്കുന്ന രീതി തന്നെ നിങ്ങൾ നോക്ക്. താഴേന്ന് ഒരു ഇത് വെച്ചിട്ട്, അതായത് സിമെൻറ്റ് തൂൺ വാർത്തിട്ട് മുകളിലായിട്ടാണ് വീടുകൾ പണിഞ്ഞിരിക്കുന്നത്. അത് പോകുന്നതിന് വേണ്ടി ട്രഡീഷണൽ രീതിയിൽ തന്നെ ബമ്പു വെച്ചിട്ട്, അതായത് മുള വെച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ വരെയാണ് ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. കണ്ടില്ലയോ? അതിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് തന്നെ സാധാരണ രീതിയിലുള്ള ബമ്പു, അതായത് മുള വെച്ചിട്ടുള്ള ഇതാണ് പണിഞ്ഞിരിക്കുന്നത്. കുറച്ച് ഭാഗം അതിൻ്റെ മുകളിൻ്റെ അടുക്കള, അതായത് പാത്രം കഴിയുന്ന ഒരു ഭാഗം ഈ സിമെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വാള് പോലെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് കാണുന്നത് ഹാള് ആണ്. ഹാളെന്ന് പറയുന്നത് ഇതേപോലെ രീതിയിലാണ്. തറയൊന്നും തന്നെ വാർക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. പക്ഷേ അവിടെ തറ എന്ന് പറയുന്നത് നമ്മുടെ മുള വെച്ചിട്ട് അത് ചതച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നേരെ നിവർത്തി ഇട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ തറ എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന ഒരു തുണി കണ്ടോ? അത് അവരുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൈസ് അവരുടെ മുണ്ടാണ്. കാരണം ഇവിടുത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉടുക്കുന്നത് മുണ്ടാണ്. കാരണം ഹോം ടൂറിനകത്ത് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇന്നും ഈ ഒരു ട്രഡീഷണൽ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മുളയുടെ കസേര ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പുറത്ത് കാണുന്നതും ഇതേപോലെ ഉള്ള ഒരു വീടാണ്. ആ കാണുന്ന ഒരു ചെടി എന്ന് പറയുന്നത് അത് വളരെയധികം ഇവർക്ക് പ്രത്യേകതയുള്ളൊരു ചെടിയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ പറയും ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ ആണെന്ന്. പക്ഷേ അല്ല, ഇതൊരു പ്രത്യേക രീതിയിൽ ഇവിടുത്തെ ആൾക്കാർ ഇറച്ചിയൊക്കെ പൊതിയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വിറക് പുരയൊക്കെ കാണാൻ പറ്റും. അത് കാണാൻ ഇവിടെ തണുപ്പൊക്കെ വരുമ്പോഴൊക്കെ വിറകൊക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ തീയൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ കാഴ്ച നിങ്ങൾക്ക് കാണാൻ മൊത്തം കഴിയുന്നത് ഇതുപോലുള്ളതായിരിക്കും. ഞാൻ മുകളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് മുകളിലത്തെ കാഴ്ചകൾ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇവിടുത്തെ മുകളിൽ എങ്ങനെയാണ് പണിഞ്ഞേക്കുന്നത്. കാരണം ഒരു വ്യത്യസ്ത രീതിയിൽ പണ്ടൊക്കെ നമ്മുടെ ഇല്ലമൊക്കെ പണിയുന്ന രീതിയിലാണ് ഇവർ പണിഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ മുകളിൽ കണ്ട വീടിൻ്റെ താഴത്തെ ഭാഗം. അതായത് ഞാൻ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു. ഇനി ഞാൻ താഴെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾ ആ മുകളിൽ കണ്ടതിൻ്റെ അടുക്കള ഭാഗത്ത് നിന്ന് ഇതാണ് ഫ്രണ്ടിലത്തെ ഹാളിൻ്റെ ഭാഗമൊക്കെ. ഇത് താഴേന്ന് സ്റ്റെപ്പുണ്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട് വേണ്ടി. പിന്നെ അതും അവിടെ ഒരു മുറിയും കാണും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബെഡ്റൂം, പിന്നെ ഒരു ചെറിയൊരു ഹാളും ഒക്കെ ആയിട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു വീട്. ഇരിക്കുന്നത് ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടങ്ങളൊക്കെയാണ്. അതാണ് ഇവിടുത്തെ ഒരു റൂമിൻ്റെ ഫ്രണ്ട് വശം. പിന്നെ താഴെയും കാണുന്നതും താഴത്തെ റൂമാണ്. സാധാരണ ഇവിടുത്തെ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ താമസിക്കുന്നതിന് വേണ്ടി, പിന്നെ അവിടെ വണ്ടിയൊക്കെ വെക്കുന്നതിന്. പിന്നെ താഴെ വെച്ച് വാർത്തിരിക്കുന്നത് ഇവിടുത്തെ മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു തറയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വീട്. ഈ കാണുന്നത് അടുത്ത കാണുന്നതും ഇതേപോലുള്ള ഇവിടുത്തെ സാധാരണ ആൾക്കാർ താമസിക്കുന്ന സാധാരണയായിട്ടുള്ള വീടുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതും ഇതേപോലുള്ള ബമ്പു വെച്ചിട്ടുള്ള വീടുകളാണ്. പിന്നെ കൃഷിത്തോട്ടമൊക്കെ ഉണ്ട്. ഫ്രണ്ട് നല്ലൊരു കൃഷിത്തോട്ടമൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കൃഷികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ചുറ്റിനും ഇത് വീടാണ്, ഇതേപോലത്തുള്ള വീടുകളാണ് കാണുന്നത്. ഞാൻ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ തരുന്നതായിരിക്കും. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു വീട്ടിൻ്റെ വാതിക്കയിലോട്ടാണ്. ഇതേപോലാണ് എല്ലാ വീടുകളും പണിഞ്ഞിരിക്കുന്നത്. കാരണം അടുത്താണ്, ഇവിടെ വസ്തുവിൻ്റെ അതിരൊന്നുമില്ല. ഇത് എന്നാൽ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒന്നും തന്നെ ഇവർക്കില്ല. ഇവരിതേ രീതിയിലാണ് താമസിക്കുന്നത്. പരസ്പരം ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇതൊന്നുമില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കിയാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഈ മലയോര പ്രദേശത്താണ് ഇതേപോലൊക്കെയുള്ള വീടുകൾ. പക്ഷേ ഇതിൽ കുറച്ച് വീടുകളൊക്കെ ഇപ്പോൾ കുറച്ച് വികസനമൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കോൺക്രീറ്റ് വീടുകളൊക്കെ പണിത് വരുന്നുണ്ട്. ഒരു വീടിൻ്റെ രീതി ഞാൻ കാണിച്ചു തരാം. അത് ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ മുകൾ വശത്ത് ഇതേപോലെ അവർ ഗസ്റ്റ് റൂമായിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇവിടുത്തെ ഗസ്റ്റ് റൂം തന്നെ വ്യത്യസ്തമാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് റൂം എന്ന് പറയുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഒന്നും തോന്നരുത്, ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് റൂം. ഇതൊക്കെ കണ്ടോ, ഈ കാണുന്നതൊക്കെയാണ് വീട്. ഇതാണ് കണ്ടോ, ഇതാണ് ഇവരുടെ ആ ഒരു ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത്. ബമ്പു ആണ്, അതായത് മുള വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ തന്നെ. കാരണം ഒരു മുള എടുത്തിട്ട് അതിനെ കീറിയിട്ട് ചതച്ചിട്ടാണ് ഇത് പണിഞ്ഞേക്കുന്നത്. ഈ കാണുന്നതും എല്ലാം അതേപോലെ തന്നെയാണ്. ആളിൽ നിന്ന് നേരെ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിൻ്റെ കാണുന്നത് ഇതൊരു ബെഡ് കിടപ്പുണ്ട്. പിന്നെ മുകളിലൊക്കെ ഇതേപോലെയാണ് പണിഞ്ഞിരിക്കുന്നത്. കാരണം ഇതേപോലെ 3 ബെഡ്റൂമുകൾ ഉണ്ട്. പിന്നെ മുകൾ ഭാഗം ഷീറ്റ് ഇട്ടിട്ടാണ് ഇവിടുത്തെ ഈ രീതിയിലൊക്കെ പണിഞ്ഞേക്കുന്നത് മുകൾ ഭാഗത്ത്. പിന്നെ കാണുമ്പോൾ തന്നെ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. തീർച്ചയായും ഉണ്ട്. കാരണം ഈ ഒരു രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് പട്ടിണിയില്ല, ഒന്നും തന്നെ ഇല്ല. അവർ ഉള്ളത് കൊണ്ട് തൃപ്തിയോടുകൂടി ജീവിക്കുകയും കാരണം അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നതുമായിട്ടുള്ള സമൂഹമാണ് ഇവരുടേത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ഈ ഒരു ഹോം ടൂറിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ അതെടുത്തിട്ട് എനിക്ക് വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് ഈ ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ ഒരു പ്രദേശത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ പെർമിഷനൊക്കെ മേടിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ കണ്ടില്ല എങ്കിൽ ചുമ്മാതെ എനിക്ക് വേസ്റ്റായി പോവുകയുള്ളൂ. സമയത്തെക്കാട്ടിലും നമ്മൾ ചുമ്മാതെ വീഡിയോ എടുത്ത് അത്രയും നേരം വെറുതെ കളഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ ഞാൻ വെറുതെ മിസ്സാക്കി കളയേണ്ട ആവശ്യം വരും നിങ്ങൾക്കും കൂടി. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ ഈ ഹോം ടൂറിൻ്റെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ വന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ. പിന്നെ ലൈക്കും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.